നമ്മുടെ ട്രിപ്പിലെ ലാസ്റ്റ് ഡേ ആട്ടോ October 4. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ നാട്ടിലേക്ക് പോകണം. സാൻഡ്വിച്ച്, ബോണ്ട, ഉത്തപ്പം, പനീറും കടലയും കൂടി ഒരു കറി, സാമ്പാർ, മുട്ട. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറി കുളിച്ച് നമ്മൾ തിരിച്ച് എങ്ങോട്ടാണ് പോണത്? നമ്മുടെ നാട്ടിലേക്ക്, ഗോഡ്സ് ഓൺ കൺട്രി, കേരളം. നമ്മുടെ വീട്ടിലേക്കാണ് പോകാൻ പോവാ. ഇപ്പോൾ സമയം 10:14. നമ്മളൊരു 10:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. 11:30 ആകുമ്പോഴേക്കും എയർപോർട്ടിലെത്തും. 1:30-ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് ഇനി എപ്പോഴാണ് വീട്ടിലെത്താൻ? ഒരു 4:15-4:30 ആകുമ്പോഴേക്കും എത്തും. ഓക്കെ. അല്ല, എയർപോർട്ടിലെത്തും, അത് കഴിഞ്ഞ് വീട്ടിലെത്തും. അപ്പോൾ ഡൽഹി എങ്ങനെയുണ്ട്? യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ലതായിരുന്നു. എല്ലാ സ്ഥലവും പോയാ? ഇഷ്ടപ്പെട്ടോ? പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊക്കെ ആസ്വദിക്കുന്നവർക്കാണെങ്കിൽ മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. അല്ലാത്തവർക്ക് ഇവിടെ എങ്ങനെയെങ്കിലും നടക്കാനും വയ്യ, വെയിലും ചൂടും സഹിക്കാൻ വയ്യ. അത് നമുക്കൊന്നും പിടിക്കുന്നുണ്ടായില്ല. പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു? ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി പോയ പാർലമെന്റ്, ആ ഒരു അന്തരീക്ഷം അവിടെ ഒക്കെ ആയിരുന്നു. ക്ലൈമറ്റും ഒക്കെ ആയിരുന്നല്ല. ബാക്കി എല്ലായിടത്തും ചൂടത്ത് നടന്നുകൊണ്ട് പിന്നെ കുത്തബ്മിനാർ കാണാൻ ഇഷ്ടപ്പെട്ട്. വേറെ പിന്നെ ലോട്ടസ് ടെമ്പിൾ ഇഷ്ടപ്പെട്ടു. പക്ഷെ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റിയില്ലല്ലോ, പുറത്തുനിന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട്. ഇന്ത്യ ഗേറ്റ് ഇഷ്ടമായോ? ഇന്ത്യ ഗേറ്റ് ഒക്കെ ഇഷ്ടമായി, എല്ലാം ഇഷ്ടമായത്. ഞാൻ പറഞ്ഞത് നമുക്ക് ആസ്വദിക്കാനൊരു മനസ്സും കൂടി വേണം. എയർപോർട്ടിലെത്തിയില്ലോ. മിനിമം ഒരു 2 hours മുമ്പെങ്കിലും എയർപോർട്ടിൽ എത്തണം കേട്ടോ. കുറേ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് കൂളായിട്ടിരുന്നിട്ട് പോവാം. അപ്പോൾ നമുക്കിനി 4:30 ആകുമ്പോഴേ നമ്മൾ നാട്ടിലെത്തുള്ളൂ. അപ്പോൾ വേറെ ഒന്നും കഴിക്കാനില്ല. അതുകൊണ്ട് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. ഇൻഡിഗോ കേട്ടോ നമ്മുടെ എയർക്രാഫ്റ്റ്. അപ്പം എനിക്ക് ഫ്ലൈറ്റ് എക്സ്പീരിയൻസിനെ പറ്റി പറയാൻ എനിക്ക് അത്ര പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഛർദ്ദിക്കാൻ വന്നൊരു ഫീലായിരുന്നു അതിൻ്റെ ഉള്ളിലിരുന്നിട്ട്. പക്ഷേ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു, നമ്മുടെ ആകാശമെല്ലാം. അത് മാത്രമല്ല, ഞാനാണെങ്കിൽ കുറച്ച് ഓവർ തിങ്കറാണ്. മറ്റേ എയർ ഇന്ത്യ എക്സ്പ്രസ് അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷൊക്കെ ഓർത്ത് അങ്ങനെയൊക്കെ ആലോചിച്ച് ഒരുപാട് കാട് കയറി ഇരിക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ പൈലറ്റിനെക്കാട്ടി ശ്രദ്ധയോടെയാണ് ഫുൾ ടൈം ഇരുന്നത്. ഈ 4 ദിവസത്തെ യാത്രയിൽ ഏറ്റവും ഫേവറേറ്റ് മൊമെൻ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഡൗട്ടും ഇല്ല കേട്ടോ, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നമ്മുടെ നാട്ടിൽ കാലുകുത്തിയ നിമിഷമാണ്. ഞാൻ അത്രത്തോളം ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ നാടായിട്ടും അറ്റാച്ച്ഡാണ്. ഒരു 4 ദിവസം പോലും എനിക്ക് മാറി വയ്ക്കാൻ പറ്റണില്ല. എന്തൊരു സന്തോഷം നോക്കി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഡൽഹി ഡയറി. ഇതോടുകൂടി തീരണേണ്. നമ്മൾ ചായയൊക്കെ കുടിച്ച് ഏകദേശം ഒരു 6 മണി 6:15 വീട്ടിലെത്തി. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.